ചതുർത്ഥ സ്കന്ധത്തില് 3-ാമത്തെ അധ്യായമാണ്. പല അസൗകര്യങ്ങളെ കൊണ്ട് പ്രഭാഷകന് എത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് നമുക്കതൊന്ന് അനുസ്മരിച്ച് പോകാം. ഗുരുവായൂരപ്പൻ നിശ്ചയിച്ച കഥകളല്ലേ ഇതൊക്കെ. വാകച്ചാർത്തും കഴിഞ്ഞാക്കുറു നിരയതിലായി പീലിയും ബാലമധ്യേ ഗോപിക്കൂട്ടും കഴുത്തിൽ പുതിയ തുളസിമാലാഭയും ചാർത്തിയോനേ. വന്ദിച്ചിടാനൊരിക്കൽ തവ നടയിലിവൻ വന്നു നിൽക്കുന്ന നേരത്തുണ്ണിക്കണ്ണാമുരാരേ തിരുമുഖമടിയനൊന്നു കാട്ടിത്തരേണേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകി തരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദക്ഷയാഗം കഥ. ഭാഗവതത്തിലെ ശിവപുരാണം എന്ന് പറയാം. ഭാഗവതത്തിന്റെ മഹത്വമാണ് ഇതൊക്കെ. മറ്റ് ദേവന്മാരെ കൂടി അവിടെ എടുത്തു കാണിക്കുകയാണ് ശരിക്കും. 2-ാമത്തെ അധ്യായത്തിലാണ് അവിടെ ദക്ഷൻ മഹാദേവനെ നിരസിക്കുന്നതും അല്ലെങ്കിൽ മഹാദേവനെ നിന്ദിക്കുന്നതും ശാപകോലാഹലങ്ങളോടുകൂടി ആ സഭ അവിടുന്ന് എല്ലാവരും അവരവരുടെ സ്ഥലത്തേക്ക് പോയി. കുറച്ചു കാലം കഴിഞ്ഞു. ഇങ്ങനെ ഇരുന്നപ്പം മൈത്രേയ മഹർഷി വിതുരനോട് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്? സദാ വിദ്യുഷതോരേവം കാലോ വൈ ധ്രിയമാണയോ ജാമാതു ശുശുരസ്യാപി സുമഹാനതിചക്രമേ. ജാമാതാവായിട്ടുള്ള മഹാദേവനും ശുശുരനായിട്ടുള്ള ദക്ഷനും തമ്മില് ഇങ്ങനെ ശത്രുത്വത്തിൽ വളരെ കാലം കഴിഞ്ഞുകൂടി. ജാമാതാവ് എന്ന് പറഞ്ഞ ആരാണ്? മകളെ കൊടുത്ത ആളുടെ ഭർത്താവിനെ ജാമാതാവ് എന്ന് പറയും. ശിവൻ, മഹാദേവൻ. പിന്നെയോ ശുശുരൻ എന്ന് പറഞ്ഞ ആരാണ്? മകളുടെ ഭാര്യയുടെ അച്ഛനാണ് ശുശുരൻ. ഭാര്യയുടെ അച്ഛൻ. ഇങ്ങനെ കുറച്ചു കാലം അങ്ങനെ കഴിഞ്ഞുകൂടി. പക്ഷെ അവിടെ അന്ന് ഗംഭീരമായിട്ടുള്ളൊരു ശാപമൊക്കെ ചെയ്തു. എന്താ ശാപം ചെയ്തത്? ദേവന്മാരുടെ ഇടയിൽ രുദ്രഭാഗം ഇല്ലാതെ ഇനി യജ്ഞങ്ങളൊക്കെ നടത്താൻ പറഞ്ഞുകൊണ്ട്. യജ്ഞങ്ങളൊന്നും ആർക്കും നടത്താൻ സാധിക്കുന്നില്ല. രുദ്രായ സ്വഹ രുദ്രായ നമ ഇതം നമമ. അല്ലെ, രുദ്രൻ ചമകം ചൊല്ലാത്ത ഒരു യജ്ഞമുണ്ടോ? യാഗമുണ്ടോ? ആർക്കും അത് എളുപ്പമായിട്ട് ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ എന്ത് ചെയ്തു? ഈ ദക്ഷൻ പ്രജാപതി തന്നെ എന്ത് ചെയ്തു? എല്ലാവരും എന്ന് ഇനി ചെയ്ത് കാണിച്ചേക്കാം എന്നുള്ള രീതിയിൽ അവിടെ വാജപേയം എന്നുള്ളൊരു യാഗം ഈ ദക്ഷപ്രജാപതി ചെയ്തു. എന്താ ഈ വാജപേയം എന്ന് പറഞ്ഞാല്? വാജപേയം എന്ന് പറഞ്ഞാൽ ശരിക്ക് വാചം എന്ന് പറഞ്ഞാല് കഴിക്കാനുള്ളത്, ഭക്ഷിക്കാനുള്ളതെന്നാണ്. പേയം എന്ന് പറഞ്ഞാലോ പാനം ചെയ്യാൻ. അപ്പം പാനം വൈ പേയ അന്നം വാച പാനം വൈ പൂർവ മധാന്നം തലയോരുഭയോരാപ്തൈഹി. അപ്പം അന്നത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞം എന്ന് വേണമെങ്കിൽ പറയാം വാജപേയം. ഈ വാജപേയത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. വാജപേയത്തിന്റെ ഉത്തരാംഗമായിട്ടാണ് ബൃഹസ്പതി സവം എന്ന യാഗം നടത്തുന്നത്. നമുക്കിപ്പോ ചില രാജസൂയം ഇതിനൊക്കെ മുമ്പൊരു യാഗം ചെയ്യണം. നമുക്കറിയാമല്ലേ, ഇപ്പം എന്താണ് അതിരുദ്രം ചെയ്യണമെങ്കിൽ എന്ത് വേണം? സോമയാഗം ആദ്യം ചെയ്യണം, അല്ലെ? സോമയാജി ആയതിനു ശേഷമാണ് പിന്നീട് ആര് അടീരി ആയിട്ട് മാറുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ ദക്ഷപ്രജാപതി ബൃഹസ്പതി സവം എന്ന യാഗം ചെയ്യുന്നതിന് മുന്നോടിയായിക്കൊണ്ട് വാജപേയം എന്നുള്ള യാഗം ചെയ്തു എന്ന് പറയാണ്. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? വാജപേയം എന്ന് പറഞ്ഞത് ബ്രാഹ്മണരാണെങ്കിൽ വാജപേയം, മറ്റേ ഇവരാണെങ്കിലോ ക്ഷത്രിയരാണെങ്കിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഈ ദക്ഷപ്രജാപതി ബൃഹസ്പതി സവത്തിന് മുമ്പായിട്ടുള്ള പൂർവാംഗമായിട്ട് അല്ലെങ്കിൽ വാജപേയത്തിന്റെ ഉത്തരാംഗമായിട്ടാണ് ബൃഹസ്പതി സവം ഇനി ചെയ്യാൻ പോകുന്നത്.
അപ്പം അവിടെ ഈ ക്ഷത്രിയരാണെങ്കിൽ എന്താണ്, രാജസൂയ യാഗമാണ് അവര് ചെയ്യുന്നത്. ഈ ക്ഷത്രിയരാണെങ്കിൽ അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പൊ ആ യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രുദ്രഭാഗം ഇല്ലാണ്ട് വേണം നടത്താനൊക്കെ തീരുമാനിച്ച ശേഷം ദധീജി മഹർഷിയൊക്കെ ആ യജ്ഞവാടത്തിൽ വന്ന് ഈ ദക്ഷ പ്രജാപതിയൊക്കെ വേണ്ട പോലെ അവിടെ ഉപദേശിച്ചു. എന്നാൽ അവിടെയൊന്നും അത് ഒന്നും കേൾക്കാതെ തന്നെ ഇത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്പൊ പറഞ്ഞു അതിന്, ഇത് അങ്ങ് നടത്തി കഴിഞ്ഞാൽ എന്താണ്, മുടങ്ങും എന്ന് ദധീജി മഹർഷി ശപിച്ചു എന്നാണ് പറയുന്നത്. ശപിച്ച് വിടുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ എല്ലാവരും ആ ദേവന്മാര്, ലോകപാലന്മാരൊക്കെ, ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ തുടങ്ങിയതായിട്ടുള്ള എല്ലാവരും ദേവർഷി പിതൃദേവതാഹ ആസൻ കൃത സ്വസ്തേനാസ്തൽ പത്നിയശ്ച സഭർതൃകാഹ. കൈലാസത്തിൽ നിന്നുള്ള ആൾക്കാർ ഒഴികെയുള്ള എല്ലാ ദേവന്മാരും അവരുടെ ദേവസ്ത്രീകളും പത്നിമാരും ഒക്കെ അവിടെ ആ യജ്ഞത്തിന് പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടായിട്ട് അവിടെ വന്നു. ബൃഹസ്പതി സവം എന്നു പേരായിട്ടുള്ള ബൃഹസ്പതി സവം എന്ന് പറഞ്ഞ യജ്ഞത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബൃഹസ്പതിക്ക് വേണ്ടിയിട്ട് ചെയ്തതായിട്ടുള്ള യജ്ഞമാണ് ഈ ബൃഹസ്പതി സവം. ബൃഹസ്പതി തനിക്ക് ബ്രഹ്മവർച്ചസ് ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നടത്തിയ യാഗമാണ് ബൃഹസ്പതി സവം എന്ന് പറയുകയാണ്. അപ്പം ആ ബൃഹസ്പതി സവം ശരിക്കും പറഞ്ഞാല് 7 ദിവസമായിട്ടുണ്ട്, ഒരു ദിവസമായിട്ടും ഈ ബൃഹസ്പതി സമയമുണ്ട്. 17 ഋത്വിക്കുകളാണ് അതിന്റെ പ്രത്യേകതയൊക്കെ. അപ്പം അങ്ങനെ ആ യാഗം ആരംഭിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ സതീദേവി തൻ്റെ കൈലാസത്തിൽ ഇരിക്കുന്ന സമയത്ത് ധാരാളം ദേവന്മാര് തൻ്റെ ദേവസ്ത്രീകളോടുകൂടി സന്തോഷത്തോടുകൂടി വിമാനത്തില് എങ്ങോട്ട് പോകുന്നു, അച്ഛൻ്റെ യാഗത്തിനായിട്ട് പോകുന്നു. അവർ കൈലാസത്തിൽ എത്തിയപ്പോഴത്തേക്ക് എന്തായി, വിമാനം ഒന്ന് ചെറുതായിട്ട് താത്തു എന്നാണ് പറയുന്നത്. എന്തിനായി വിമാനം താത്തത്? സതീദേവി ഒന്ന് കേട്ടോട്ടെ എന്ന് വിചാരിച്ചു അല്ലെ. സ്ത്രീകളൊക്കെ അങ്ങനെ ആവുമ്പോഴേ അങ്ങനെയല്ലേ പറയാ, ദൃഷ്ട്വാസുനിലയാഭ്യാസേ ലോലാക്ഷീർമൃഷ്ടകുണ്ടലാഹ പതിം ഭൂതപതിം ദേവം ഔത്സുക്യാദഭ്യഭാഷത. അപ്പൊ ഈ ദേവന്മാർക്കൊക്കെ അറിയാം രുദ്രനോട് വിരോധമായിക്കൊണ്ടുള്ള യജ്ഞമാണ് എന്നായപ്പോഴത്തേക്ക് എന്തായി, ഈ ദേവന്മാരും ശരിക്കും പറഞ്ഞാല് അസുരന്മാരെക്കാളും കഷ്ടമാണെന്നാ പറയാ. എന്താണ്, സ്വാർത്ഥരാണ്. അതുകൊണ്ട് നീ മഹാദേവൻ ഒന്ന് അറിഞ്ഞോട്ടെ, ഞാൻ ഇനി ദക്ഷപ്രജാപതിയുടെ യാഗത്തിന് ഞങ്ങൾ പോവുകയാണേ എന്ന് ഗംഭീരമായിട്ട് ദേവസ്ത്രീകളുമായിട്ട് ചേർന്നിരുന്നു കൊണ്ട് അവര് സല്ലപിച്ചു കൊണ്ട് പോകുന്ന സമയത്താണ് സതീദേവി ഇത് കേൾക്കുന്നത്. കേട്ടാൽ മാത്രം പോരാ, കണ്ടു. അതാ പ്രശ്നമായത്. എന്താ കണ്ടപ്പോ എന്താ കാണുന്നത്, ഓലാക്ഷീർ മൃഷ്ട കുണ്ടല, നല്ല നല്ല കുണ്ടലങ്ങളൊക്കെ ഇട്ട് അല്ലെ, നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഭർത്താക്കന്മാരോട് കൂടി എത്ര സന്തോഷത്തോടു കൂടി പോകുന്നു. വേഗം തന്നെ മഹാദേവന്റെ അടുത്ത് വന്ന് ആ പാദങ്ങളിൽ വീണുങ്ങ് നമസ്കരിച്ചു. എന്നിട്ട് സതീദേവി പറയുകയാണ്, അല്ലയോ പ്രജാപതേസ്തേ ശുശുരസ്യ സാമ്പ്രതം നിര്യാപിതോ യജ്ഞമഹോത്സവ കില വയം ച തത്രാഭിസരാമ വാമതേ യദ്യർത്ഥിതാമീ വിബുധാ വ്രജന്തി. അവിടെ പ്രജാപതിയുടെ അല്ലെ, പ്രജാപതിയുടെ ശുശുരസ്യ സാമ്പ്രതം, ദക്ഷപ്രജാപതിയുടെ യജ്ഞം എന്നാണ് പറഞ്ഞത്. അച്ഛന്റെ യജ്ഞം എന്നും പറഞ്ഞില്ല. കാരണം ഇനി എന്താണ്, ഇനി അച്ഛന്റെ യജ്ഞം എന്നൊക്കെ പറയുമ്പോ കുറച്ച് അല്ലെ തന്നോട് പ്രിയം കുറഞ്ഞാലോ എന്ന് വിചാരിച്ച് ദക്ഷപ്രജാപതി നടത്തുന്നു. ആരുടെ യജ്ഞം നടത്തി, ആർക്ക് അങ്ങനെയുള്ള യജ്ഞം? ശുശുരസ്യ സാമ്പ്രതം അല്ലെ. അവിടെ പറയുന്നു വാമതേ എന്ന് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു അക്ഷരം. വാമതേ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലയോ അല്ലെ സുന്ദരനായിട്ടുള്ളവനെ. ഇങ്ങനെയാണല്ലോ നമ്മൾ ഓരോ കാര്യം സാധിക്കാൻ വേണ്ടി അടുത്തേക്ക് ചെല്ലുന്നത് അല്ലെ. കുറച്ചു നേരമൊക്കെ ഇങ്ങനെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ പറയും, അല്ല ദക്ഷപ്രജാപതിയുടെ യാഗം നടത്തുന്നുണ്ട് അവിടെ. അങ്ങനെയാണെങ്കിൽ അവിടെ ശ്വശുരനായിട്ടുള്ള അങ്ങും അങ്ങയുടെ പത്നിയും കൂടി അവിടെ ചെന്ന് വേണ്ട പോലെ നടത്തുകയല്ലേ വേണ്ടത് അല്ലെ. ശ്വശുരനായിട്ടുള്ള ആ ദക്ഷപ്രജാപതിയുടെ യജ്ഞമഹോത്സവം നടക്കുകയാണല്ലോ. അതുകൊണ്ട് ദേവന്മാരെല്ലാം അവരുടെ ദേവസ്ത്രീകളോട് കൂടിയിട്ട് സന്തോഷത്തോടു കൂടി അവിടെ പോകുന്നു. അതുകൊണ്ട് നമുക്കും അങ്ങോട്ട് പോകാം അല്ലേ. അപ്പം ഭർത്താവെന്നോ അല്ലെങ്കിൽ അച്ഛനെന്നോ അവിടെ
പറയാൻ പറയാതെ എന്തിനാ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഈ അച്ഛന്റെയും അല്ലെ ഈ ഭർത്താവിന്റെയും ഇടയിൽ ഞെരുങ്ങി കഴിയുകയാണ് ഈ സതീദേവി ശരിക്ക്. അപ്പം തൻ്റെ പിതാവിന്റെ യജ്ഞത്തിന് എന്ന് പറയുന്നതിന് പകരം എന്തായി, അങ്ങയുടെ ശ്വശുരന്റെ യജ്ഞത്തിന് വേണ്ടിയിട്ട് ഇതാ നമുക്ക് അങ്ങോട്ട് പോകാം എന്നൊക്കെ അവിടുന്ന് പറഞ്ഞു. അപ്പം അവര് പോകുന്നേ ഉള്ളൂ, നേരെ ഒന്നും വൈകിട്ടില്ല എന്നർത്ഥം. ഇനിയാണേലും അല്ലെ എല്ലാവരും പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഇനി ഒട്ടും വൈകണ്ട, വേഗം പോകാം. എങ്ങനെയായിരിക്കുന്നത് ഭഗവാൻ മഹാദേവന്റെ ഇരിപ്പ്? നിർവൈരം ശാന്തവിഗ്രഹം, ഇതൊന്നും തന്നെ ബാധിച്ചിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ മഹാദേവൻ അല്ലെ. പിന്നെ എന്നാ ഇനി അടുത്ത അടവ് എന്താണ്? തസ്മിൻ ഭഗിന്യോ മമ ഭർതൃഭിസ്വകൈഃ ധ്രുവം ഗമിഷ്യന്തി സുഹൃദി ദൃക്ഷവാം അഹം ച തസ്മിൻ ഭവതാഭികാമയേ സഹോപനീതം പരിബർഹമർഹിതും. അല്ല അതല്ല, അവിടെയാണെങ്കിൽ ഇപ്പൊ വിശേഷം നടക്കുന്ന സമയത്ത് എന്താണ്, എല്ലാവരും ചിറ്റമാര് അല്ലെ, പേരമ്മമാര്, അങ്ങനെയുള്ള ബന്ധുജനങ്ങൾ മുഴുവൻ അവിടെ വരും. അപ്പൊ അവരെ കാണാനുള്ള ഔത്സുക്യം നിമിത്തം കൊണ്ട് എന്തായി, സഹോദരികൾ എല്ലാവരും അവരുടെ ഭർത്താക്കന്മാരോട് കൂടി അവിടെ വരും എന്നുള്ള ഒരു കാര്യം തീർച്ചയാണ് അവിടെ. അതുകൊണ്ട് അവരോടുകൂടിയൊക്കെ നമുക്ക് ചേർന്നിരിക്കാനും പോരാ യജ്ഞ മഹോത്സവം കാണുവാനും ഒക്കെ ഉത്തമമായിട്ടുള്ള ഒരു അവസരമാണ്. ഏതാ, സ്ത്രീകൾ അല്ലെ പറയും, ഇനി എനിക്ക് അവിടെ ചെന്നിട്ടൊന്ന് ഷൈൻ ചെയ്യണം. ആഹാ അല്ലെ, എൻ്റെ സഹോദരിമാരും എൻ്റെ ഭർത്താക്കന്മാരോട് കൂടി എനിക്ക് പുതിയ കാഞ്ചീപുരം സാരിയൊക്കെ കൊടുത്ത് എനിക്ക് അവിടെ ചെന്നൊന്ന് വിലസണം അല്ലെ എന്നുള്ള രീതിയിൽ അതിനുള്ള അവസരവും കൂടിയാണ് നമുക്ക് അവിടെ. അതുകൊണ്ട് നമുക്കും അവിടെ പോയി ലഭിക്കുന്നതായിട്ടുള്ള സൽക്കാരങ്ങളൊക്കെ അവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞാലോ ഇഷ്ടം പോലെ പരിപരിഹിമർഹിതും, പലതരത്തിലുള്ള ഉപനീതങ്ങള് അല്ലെ സമ്മാനങ്ങളൊക്കെ നമുക്കും അവിടെ ചെന്നാല് കിട്ടും. അതൊക്കെ നമുക്ക് മേടിക്കാം. അങ്ങനെ സതീദേവിയുടെ മറ്റ് സഹോദരികളൊക്കെ ആരാണെന്നൊക്കെ ഇതാ നമുക്ക് ഇതിനു മുമ്പിലത്തെ അധ്യായത്തിൽ കാണാൻ സാധിക്കും. എന്തായാലും തത്ര സ്വസുർമേ നനുഭർത്തൃ സംഹിത മാതൃശ്വസ്തൃക്ലിന്നധിയം ച മാതരം ദ്രക്ഷ്യേ ചിരോത്കണ്ഠമനാമഹർഷിഭിർ ഉന്നീയമാനം ച മൃഡാധ്വരധ്വജം. അതുകൊണ്ട് എല്ലാവർക്കും സൗഖ്യം നേരുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള രീതിയിൽ നടത്തുന്നതായിട്ടുള്ള യജ്ഞം പോരാ. അവിടെ ചെന്നാലോ എനിക്ക് എൻ്റെ സഹോദരിമാരെയും അവരുടെ ഭർത്താക്കന്മാരെയും എൻ്റെ ചെറിയമ്മമാര് അവരുടെ സഹോദരിമാര് എങ്ങനെ എല്ലാവരും അവരുടെ ഭർത്താക്കന്മാർ, ചെറിയമ്മയുടെ ഭർത്താക്കന്മാര്, അവരുടെ കുട്ടികള്, ഇങ്ങനെ പ്രത്യേകിച്ച് അത് തന്നെയല്ല, എത്രയോ കാലമായിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പൊ എന്തായി, അങ്ങനെ വളരെ കാലമായിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും അമ്മയ്ക്ക് തന്നെ എന്നോട് എന്തൊന്നില്ലാത്ത ഒരു സ്നേഹം. അപ്പം ഓരോരോ ഐഡിയാസ് ഇങ്ങനെ മഹാദേവനോട് പറഞ്ഞു നോക്കുകയാണ്. ഇപ്പൊ ഇനി അമ്മയുടെ അടുത്ത് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അല്ലെ അവിടുന്ന് എതിര് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്തായി, അതാണ് ഇനി അടുത്ത അടവ്. അമ്മ അവിടെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അതുകൊണ്ട് അമ്മയെ കാണാൻ വേണ്ടി എനിക്ക് കൊതിയുണ്ട്. ഇതിനെല്ലാം പുറമെ എന്താണ്, ധാരാളം ഋഷീശ്വരന്മാര് അവിടെ നടത്തുന്നതായിട്ടുള്ള വിശേഷമായിട്ടുള്ള യാഗം, അതിൽ നമുക്ക് സംബന്ധിക്കുകയും ചെയ്യാം എന്ന് പറയുകയാണ്. അപ്പം അച്ഛനെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നേ ഇല്ല. കാരണം എന്തുകൊണ്ടാണ്, അത് അദ്ദേഹത്തിന് അത്ര അങ്ങോട്ട് പിടിച്ചെന്ന് വരില്ല. എന്നാ പിന്നെ അമ്മയെ കാണാൻ പോവുകയാണോ എന്ന് പറയാം എന്ന് വിചാരിച്ചാണ് അവിടെ അത് പറഞ്ഞത്. ശാന്തം അല്ലെ, നിർവൈരം ശാന്തവിഗ്രഹം. പിന്നെയോ ത്വയ്യേതദാശ്ചര്യമജ ആത്മമായയാ വിനിർമ്മിതം ഭാതി ഗുണത്രയാത്മകം തഥാപ്യഹം യോഷിതദച്ഛ അതത്വവിച്ഛമേ ദീനാതിദൃക്ഷേ ഭവമേ ഭവക്ഷിതിം. അങ്ങനെ ഉത്സാഹിച്ച് പുറപ്പെടാൻ തക്കവട്ടായിട്ടുള്ള രീതിയിൽ അവിടെ എന്താണ് ഇത്ര ആശ്ചര്യം എന്ന് അങ്ങേക്ക് തോന്നുകയാണെങ്കിൽ അതിനും പറയുകയാണ്, അല്ലയോ മഹാദേവ, അവിടുന്ന് ആരാണ് ശരിക്ക്? അങ്ങ് യഥാർത്ഥത്തില് ഗുണത്രയാത്മകം അല്ലെ, അങ്ങ് ജനനമില്ലാത്ത അജം ആത്മമായയ അല്ലെ, അങ്ങ് ജന്മാതിരഹിതനാണ്. അങ്ങനെയുള്ള അങ്ങ് ഒരിക്കലും അങ്ങേക്ക് ഈ ലൗകികമായിട്ടുള്ള വിഷയങ്ങളിലൊന്നും താല്പര്യമില്ല എന്നുള്ള അറിയാം. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയാദി കർത്താവാണ് അങ്ങ്. ഇതിലൊന്നും അങ്ങേക്ക് ഒരു ആശ്ചര്യം ഉണ്ടാവുകയില്ല, യാതൊരു സംശയവുമില്ല. പക്ഷേ എന്നാൽ എൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ എത്ര കേവലം അല്ലെ അങ്ങയുടെ കൂടെ നിൽക്കുന്ന ഈ ലൗകിക ബന്ധങ്ങൾ പെട്ടിരിക്കുന്നതായിട്ടുള്ള എനിക്ക് അത് കാണാൻ മോഹം ഉണ്ടാവും. അത് തന്നെയല്ല എന്താണ്, ദീനാതിദൃക്ഷേ ഭവമേ ഭവക്ഷിതിം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സ്ത്രീയാണ് അല്ലെ. സ്ത്രീയെ പറ്റി പറയും നമ്മൾ അബലകളാണെന്ന് പറയും. അതുകൊണ്ട് അങ്ങയുടെ തത്വം
അറിയാത്തവളായിട്ടുള്ള ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എൻ്റെ ആ ജന്മസ്ഥലം ഒന്ന് കാണാൻ പോകണം, എനിക്കൊരു മോഹം ആഗ്രഹിക്കുന്നു. അത് അങ്ങേക്ക് സാധിച്ചു തരരുതോ? ചോദ്യം. നിർവൈരം ശാന്തവിഗ്രഹം. അവിടെ വ്യത്യാസമൊന്നുമില്ല, മഹാദേവന് വ്യത്യാസമൊന്നുമില്ല. പിന്നെ പറഞ്ഞു, അല്ലയോ പശ്യപ്രയാന്തീരഭവാന്യയോഷിതോപ്യലങ്കൃത കാന്തസഖാവരൂധശ യാസാം വ്രജദ്ഭി ശിതികണ്ഠമണ്ഡിതം നഭോ വിമാനൈ കളഹംസ പണ്ഡുഭി. ഇനിയിപ്പോ പേരൊന്ന് മാറ്റി വിളിച്ചാലോ? ശിതികണ്ഠ എന്ന് വിളിച്ചു. എന്താ ശിതികണ്ഠൻ? ഹേ നീലകണ്ഠ, ഇങ്ങോട്ടൊന്ന് നോക്കൂന്ന്. നീലകണ്ഠ എന്ന് പറഞ്ഞാൽ എന്താ? ഇനി നീലകണ്ഠൻ എന്നുള്ള പേര് വരാൻ കാരണം എന്താണ്? പ്രിയം പ്രിയേവ സചരാചരം, അല്ലേ? അന്ന് എന്തിനാണ് പാർവതിയോട് ചോദിച്ചത്? പാർവതി ദേവി, ഗുരുവായൂരപ്പൻ എപ്പോഴാ സന്തോഷിക്കുന്നത്? ചരാചരങ്ങളെ രക്ഷിക്കുമ്പോഴാണ്, അല്ലെ? അവരുടെ പ്രാണനെ രക്ഷിക്കുമ്പോഴാണ് ഗുരുവായൂരപ്പൻ സന്തോഷിക്കുന്നതെങ്കിൽ ഞാൻ ഈ കാളകൂട വിഷം കഴിക്കുകയല്ലേ വേണ്ടത് എന്ന് പറഞ്ഞപ്പം അങ്ങനെ കിട്ടിയതായിട്ടുള്ള ആ അലങ്കാരത്തോടു കൂടി വിളിക്കുമ്പം എന്തെന്നില്ലാത്ത സന്തോഷാണ് ആർക്ക്? മഹാദേവന്. അതുകൊണ്ട് എന്ത് ചെയ്തു? ശിതികണ്ഠ, നീലകണ്ഠ. ഇത് നോക്കൂ, ഇവിടെ ബന്ധുത്വം പോലും ഇല്ലാത്ത സ്ത്രീകൾ പോലും എന്താണ്, എങ്ങനെ അവര് പോകുന്നത് നോക്കൂ. അലങ്കൃത കാന്തസഖാവരൂധശ, അവര് പോലും ഒരു ബന്ധവും ഇല്ല, എന്നാ പോലും എന്തായി ഇറങ്ങിയേക്ക് അങ്ങോട്ട്. എങ്ങനെ കാഞ്ചീപുരം ഒക്കെ കൊടുത്ത്, അല്ലെ, വസ്ത്രാലങ്കാര വിഭൂഷിതകളായിക്കൊണ്ട് അവരും ആ ഭർത്താക്കന്മാരുടെ കൂടെ സല്ലപിച്ചുകൊണ്ട് അവര് പോകുന്നത് കണ്ടു അവര്. അപ്പം അവരുടെ ആ വിമാനങ്ങള് ആകാശത്തു കൂടി ഇങ്ങനെ പറന്നു പോകുന്നത് കാണുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നമുക്കും ആ കാളപ്പുറത്തോ അല്ലെങ്കിൽ വിമാനത്തിലോ കയറി നമുക്കും അവിടേക്ക് പോവുകയല്ലേ എന്ന് അതിന് സംശയിക്കേണ്ട കാര്യം ഉണ്ടോന്നാന്ന് ചോദിക്കേ. നഭോ വിമാനീ കളഹംസ പണ്ഡുഭി, അതില് ഒട്ടും അങ്ങ് സംശയിക്കേണ്ട, വേഗം തന്നെ ഇറങ്ങാം. നിർവൈരം ശാന്തവിഗ്രഹം. ഇനിയൊന്ന് അടവ് മാറ്റുകയാണ്. ദേവന്മാരുടെ ദേവനായിട്ടുള്ള ഹേ കഥം സുതായ പിതൃഗേഹ കൗതുകം നിശമ്യദേഹ സുരവര്യതെങ്കത. സുരവര്യാന്ന്, ദേവന്മാരെല്ലാവരും അങ്ങേ എന്നും വന്ദിക്കുന്നയാളാണ്. എന്നാ അല്ലയോ ദേവശ്രേഷ്ഠ, ഒരു മകള് തൻ്റെ പിതൃഗൃഹത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് കേട്ടിട്ട് അങ്ങേക്ക് ഒരു കുലുക്കോ ഇല്ല, അല്ലെ? നിർവൈരം ശാന്തവിഗ്രഹം. അതെന്താ അങ്ങനെ ഇരിക്കുന്നതിന്റെ കാര്യം? നിശമ്യദേഹ സുരവര്യ നേങ്കതേ, അല്ലെ? ആ ഒരു അനക്കം പോലും ഇല്ല അവിടെ. അനാഹുത അപ്യഭിയന്തി സൗഹൃദം ഭർത്തുർഗുരോർ ദേഹകൃതശ്ചേതനം. ഇനി അങ്ങയുടെ ഈ അനക്കമില്ലായ്ക എന്താണല്ലോ ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാം അങ്ങയുടെ അനക്കമില്ലായ്ക എന്താണ്. അങ്ങ് വിചാരിക്കുന്നുണ്ടായിരിക്കും നമുക്ക്, അല്ലേ, എന്ത് വന്നിട്ടില്ല, കൊറിയർ വന്നിട്ടില്ല, എഴുത്ത് വന്നിട്ടില്ല നമുക്ക്, അതുകൊണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ. എന്നാ ഇനി ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. ഭർത്തുർ ഗുരോർ ദേഹ കൃതശ്ചകേതനം. ഗുരുനാഥന്റെ അടുത്ത് പോവുക, അച്ഛൻ്റെ അടുത്ത് പോവുക, ബന്ധുക്കളുടെ അടുത്ത് പോവുക, പിന്നെ ഭാര്യയുടെ വീട്ടിൽ പോവുക, ഭർത്താവിൻ്റെ വീട്ടിൽ പോവുക, ഇങ്ങനെയുള്ളയിടത്തൊക്കെ പോകുന്നത് ക്ഷണിച്ചിട്ട് വേണോ മഹാദേവ? അങ്ങൊന്ന് ആലോചിച്ചു നോക്കൂ. നിർവൈരം ശാന്തവിഗ്രഹം. പിന്നെയോ തന്മേ പ്രസീദേതമർത്യ വാഞ്ചിതം കർത്തും ഭവാൻ കാരുണികോ ബദാർഹതി ത്വയാത്മനോർദേഹം അതഭ്രചക്ഷുഷാ നിരൂപിതാമാനുഗൃഹാണ യാചിത. അവസാനം 19ാമത്തെ അടവ. ഇതുവരെ ഒന്നും വേണ്ടിയില്ല, ഇതില് അങ്ങ് വിടും എന്നുള്ള ഉറപ്പാ. കാരണം എന്താണ്? അങ്ങ് ആരാണ് യഥാർത്ഥത്തില്? അങ്ങ് ആരാ? അർത്ഥനാരീശ്വരൻ എന്നൊക്കെ ഇന്ന് ജനങ്ങളൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങയുടെ ശരീരത്തിൻ്റെ ഒരു പാതി പോലും എനിക്ക് തന്നു, അല്ലേ? അപ്പൊ ശരിക്ക് അങ്ങ് തന്നെയാണ് ഞാൻ തന്നെയാണ് അങ്ങ്. അങ്ങനെ നോക്കുമ്പം പരമകാരുണികനായിട്ടുള്ള അവിടുന്ന് എന്നിൽ പ്രസാദിച്ച് എൻ്റെ ഈ ആഗ്രഹത്തെ സഫലീകരിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങ് ബാധ്യസ്ഥനാണ്. കാരണം എന്താണ്? അങ്ങയുടെ ഒരു പാതി ഞാനല്ലേ. അപ്പം അങ്ങയുടെയും കൂടി ഒരു ആവശ്യമാണിത്. അതുകൊണ്ട് ആ അനൽപമായിട്ടുള്ള ജ്ഞാനത്തോട് കൂടിയിട്ടുള്ള അവിടുന്ന് അങ്ങയുടെ ശരീരത്തിൻ്റെ ഒരു പകുതി പോലും, അല്ലെ? അതാണ് ത്വയാത്മനോ അർത്ഥേ അഹം അതഭ്രചക്ഷുഷ. അപ്പം അങ്ങ്, അല്ലെ, അറിഞ്ഞ് എനിക്ക് അങ്ങയുടെ ശരീരത്തിന്റെ പകുതി എനിക്ക് തന്നയാളാണ്, നൽകിയതല്ലേ. അപ്പം ഞാൻ യാചിക്കുന്ന ഒരു കാര്യം സാധിപ്പിച്ച് അവിടുന്ന് എനിക്ക് എന്താ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് പാദങ്ങളിൽ അങ്ങോട്ട് വീണു. ഇനി എനിക്കൊന്നും പറയാനില്ല, ഇനി ഇതിൽ കൂടുതലൊന്നും, അല്ലേ?
അത് കേട്ടപ്പോഴത്തെ സന്തോഷമായി മഹാദേവന്. വേഗം പറഞ്ഞു അല്ലെ, ഏവം ഗിരിത്ര പ്രിയാഭിഭാഷത പ്രത്യഭ്യദത്ത പ്രഹസൻ സുഹൃത്പ്രിയാം സംസ്മാരിതോ മർമ്മഭിതക്കുവാകിഷൂൻ യാനാഹകോ വിശ്വസൃജാം സമക്ഷത. വേഗം തന്നെ മഹാദേവൻ ആ നിർവൈരത്തിൽ നിന്നും അല്ലെ ശാന്തമായിട്ടുള്ള മുഖത്ത് നിന്ന് ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, എന്തൊരു സുന്ദരിയാണ് നീ അല്ലെ, ത്വയോദിതം ശോഭനമേവ ശോഭന. നീ സുന്ദരി എന്ന് മാത്രം പറഞ്ഞ പോലെ നിന്റെ സുന്ദരമായിട്ടുള്ള വാക്കുകൾ അത് എത്രയോ എന്ന് പറയാൻ സാധിക്കില്ല. ശോഭനശീലമുള്ളവളെ എന്നാണ്. കാരണം എന്താണ്, എന്തൊക്കെയാ അവസാനം എന്താ പറഞ്ഞത് അല്ലെ, അർത്ഥശരീരം വരെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ അല്ലെ ആ മതത്തെ കൂടി അവിടുന്ന് എടുത്തു കാണിച്ചു തന്നു. അതുകൊണ്ട് പറയുകയാണ്, എന്തായാലും ഒരു കാര്യം ചെയ്യാം, നീ പറഞ്ഞതുപോലെ തന്നെ അനാഹുതാപ്യഭിയന്തി ബന്ധുഷു തേ യദ്യനുപാദിത ദോഷദൃഷ്ടയോ ബലീയ സാനാത്മ്യമതേന മന്യുനാം. നീ പറഞ്ഞു കൈലാസത്തിലേക്ക് എഴുത്തില്ലാത്തതുകൊണ്ടാണോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് പോകുന്നതിന് എന്താ തെറ്റ് എന്ന് ചോദിച്ചു. എന്നാൽ ഈ ബന്ധുഗൃഹങ്ങളിലൊക്കെ ക്ഷണിക്കാതെ പോകാമെന്ന് ഭവതി പറഞ്ഞത് ശരിയാണ്, അത് തെറ്റൊന്നുമില്ല. പക്ഷേ ഇവിടെ എന്താണ്, ദേഹാഭിമാനത്തോടുകൂടിയും അല്ലെങ്കിൽ അരുദ്രഭാഗത്തോടുകൂടി ഞാൻ ഒരു യാഗം ചെയ്ത് കാണിക്കും എന്ന് നിശ്ചയിച്ച് കൂടിയിട്ടുള്ള രീതിയിലാണ് അവിടെ യാഗം നടക്കുന്നതെങ്കിൽ ആ ഭവതി പറയുന്നതിനനുസരിച്ചുള്ള രീതിയിൽ അവിടെ ചെല്ലാൻ സാധിക്കുകയില്ല. കാരണം എന്താണ്, ഈ ദേഹാഭിമാനം, ദേഷ്യം ഒക്കെ ദുഷിപ്പിക്കപ്പെടാത്തതായിട്ടുള്ള ഈ അങ്ങനെയുള്ള ഇതൊന്നുമില്ലാതെ സത്യസന്ധമായിട്ടുള്ള ഒരു യാഗമാണ് അവിടെ നടക്കുന്നതെങ്കിൽ അല്ലെ, അങ്ങനെയുള്ള ശീലത്തോടുകൂടി നടക്കുന്നിടത്ത് മാത്രമേ ആ ബന്ധുക്കളുടെ അടുത്ത് മാത്രം പോയിട്ട് കാര്യമുള്ളൂ. നമ്മൾ പറഞ്ഞിട്ടില്ലേ, ആരാ ദേവന്മാരുടെ കൂട്ടത്തിൽ പറയുന്നുണ്ടല്ലേ, ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ. എപ്പോഴാ ഈ ബന്ധുക്കളാകുന്നത്? ബന്ധുക്കളാകുന്നത് എപ്പോഴാ? നമുക്ക് ഈശ്വര സാന്നിധ്യം നമുക്ക് അനുഭവിക്കുന്ന രീതിയിൽ അവരുടെ പെരുമാറ്റം വരുമ്പോഴാണ് നമുക്ക് ബന്ധു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അല്ലെ. അത് തന്നെയല്ല, ഗുരുന്ന സസ്യാൽ സ്വജനോന്ന സസ്യാൽ. ഋഷഭൻ പറഞ്ഞിട്ടില്ലേ മക്കളോട്, ഉണ്ണികളെ ആരാ ഈ സ്വന്തക്കാരെന്ന് പറഞ്ഞാല്? സ്വന്തക്കാരെന്ന് പറഞ്ഞാൽ ഈശ്വരനെ കാണിച്ചു തരുന്നവരായിരിക്കണം, അല്ലെങ്കിൽ ഈശ്വരാനുഭവം ഉണ്ടാക്കി തരുന്നവരായിരിക്കണം സ്വന്തക്കൾ, അല്ലാതെ ഉള്ളൊരു സ്വന്തക്കാരല്ല. അപ്പൊ അങ്ങനെയുള്ളവരാണ് ബന്ധുക്കളെങ്കിൽ നീ പറഞ്ഞതൊക്കെ ശരിയാണ്, അത് ബാധകമാവുള്ളൂ. അല്ലാത്തിടത്ത് പോകരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെയോ ഈ ദക്ഷിണയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്താ, ഈ വിദ്യ, തപസ്, വിത്തം, വയസ്സ്, പിന്നെയോ നല്ല കുലം, സതാം ഗുണി ഷഡ്ഭിരസത്തമേ, ഈ 6 ഗുണം, അതായത് അറിവുണ്ടായിക്കോട്ടെ, തപസ്സുണ്ടായിക്കോട്ടെ, സാമ്പത്തികം ഉണ്ടായിക്കോട്ടെ, എത്രയൊക്കെ ആയാലും ഈ 6 ഗുണങ്ങളും അത് നല്ലവരുടെ കയ്യിലാണെങ്കിൽ എന്താണ്, അത് ജനങ്ങൾക്ക് ഉപകാരമാണ്. പക്ഷേ അതല്ല, ഇത് ഷഡ്ഭിരസത്തമേതരി, അസത്തുക്കളുടെ കയ്യിലാണ് ഇത് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, അതുകൊണ്ട് നശിക്കുകയേ ഉണ്ടാവുകയുള്ളൂ. അതാണ് സ്മൃതൗഹതായാം ഭൃതമാന ദുർദൃശ. പിന്നെ എല്ലാം മറന്നുകൊണ്ട്, അതായത് സ്മൃതവും എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ആത്മസ്മരണ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ പോലും മറന്നുകൊണ്ട് അവര് അതിൽ ഭ്രമിച്ചു കഴിയുമെന്ന് പറയാണ്. അങ്ങനെ ദുഷ്ടന്മാർക്ക് ഇവയെല്ലാം ഉണ്ടെന്നുള്ളത് അഭിമാനം. ആ അഭിമാനം കൊണ്ട് എന്താ, അഹങ്കാരം കൊണ്ട് എന്താണ്, അവിടുന്ന് ഈ ആത്മസ്മൃതി നശിക്കുകയോടെ. അങ്ങനെ വന്നു കഴിഞ്ഞാലോ, അപ്പോൾ അവയെല്ലാം ഓരോന്നായിക്കൊണ്ട് ആ ഗുണങ്ങൾ മുഴുവൻ എന്താണ്, അഹങ്കാരത്തെ വലുതാക്കി ആ ആരും ഇല്ലെന്നുള്ളൊരു ഭാവം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ, അങ്ങനെ ജനിക്കും. ഇങ്ങനെ അത് വന്ന് അതാ അവര് നാശം കൊണ്ട് തീരോടെ അഹങ്കാരികളായിട്ട് മാറി നശിക്കോടെ. അതുകൊണ്ട് ഈ ഷഡ്ഗുണങ്ങളൊക്കെ എന്താണ്, വിപരീത ദിശയിലാണ്. നൈതാദൃശാനാം സ്വജനം വ്യപേക്ഷയാഗ്രഹാൻ പ്രതീയാദനവസ്ഥിതാത്മനാം യഭ്യാഗതാൻ വക്രതിയാ വിഭക്ഷത്തെ ആരോപിത ഭ്രൂഭിരമർഷണാക്ഷിപി. എന്നാൽ ഈ പറഞ്ഞതായിട്ടുള്ള 6 ഗുണങ്ങളും നേരെ വിപരീത ഭാവത്തിൽ പ്രവർത്തിക്കുന്നവരാണോ, ആരാണോ, ഏത് ഗ്രഹം, അങ്ങനെയുള്ള ഗ്രഹങ്ങളിൽ അവരാണ് യഥാർത്ഥത്തില് സ്വജനങ്ങൾ എന്ന് പറയുന്ന ബന്ധുക്കൾ എന്ന് കരുതി അവിടെ എന്താണ്, അവിടെ ഇനി ഒരിക്കലും ക്ഷണിച്ചിട്ടില്ലെന്ന് വിചാരിച്ച് അവിടെ പോകാതിരിക്കുകയും ചെയ്യരുത് അല്ലേ. ഇപ്പൊ ഒരു സ്ഥലത്ത് സപ്താഹം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ക്ഷണിക്കണം എന്നൊന്നുമില്ല. അതിപ്പോ ബന്ധുക്കളല്ലെങ്കിൽ പോലും എന്താണ്, അവിടെ പോവുക തന്നെ വേണം. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്, ഈ ഗുണങ്ങള് വിപരീത ഭാവത്തിൽ പ്രവർത്തിക്കുന്നവര്. അപ്പം
അതുകൊണ്ട് വക്രബുദ്ധികളായിട്ടുള്ള അവര് അവിടെ ചെല്ലുന്നവരുടെ നേരെ എന്ത് ചെയ്യും? അവര് നോക്കിയിട്ട് ആരോപിത ഭ്രൂഭിരമർഷണാർഷിപി ഭ്രൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പുരികക്കൊടിയൊക്കെ അങ്ങോട്ട് വളച്ച് അല്ലെ, ഒരു നോട്ടം എങ്ങനെ പരിഹാസത്തോടു കൂടി. അത് തന്നെ അവിടെ പറയുന്നത്. ആരോപിത ഭ്രൂഭിരമർഷണാക്ഷിപി, എന്നിട്ടൊരു കള്ള നോട്ടം. ആ പുരികക്കൊടി അങ്ങോട്ട് വളച്ചു പിടിച്ചുകൊണ്ട് കണ്ണുരുട്ടി മെഴിച്ചുകൊണ്ട് വിരോധ ഭാവത്തോടു കൂടി നമ്മളെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നോക്കുകൊടുന്ന് എന്ന് പറയാണ്. തഥാരിഭിർന്ന വ്യഥത്തെ ശിരീമുഖൈശേതേ അദ്ദിതാം ഗോ ഹൃദയേന ദൂയത സ്വാനാം യഥാ വക്രധിയാം ദുരുക്തഭിർ ദിവാനിശം അപ്യതിമർമ്മതാടിത. പിന്നെ അത് തന്നെയല്ല, നിന്റെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ വക്രബുദ്ധികളായിട്ടുള്ളവരാണ്. അപ്പൊ വക്രബുദ്ധികളായിട്ടുള്ള ബന്ധുക്കളുടെ ഈ ശകാരം കൊണ്ട് ആ മർമ്മരങ്ങളിൽ നമ്മൾ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ പിന്നെ രാപ്പകൽ നമ്മൾ എന്ത് ചെയ്യണം? വിഷമിച്ച് അല്ലെങ്കിൽ സങ്കടപ്പെട്ട് നമ്മൾ കഴിയേണ്ടി വരും അവിടെ. അപ്പം അങ്ങനെ കഴിയുന്നതിനേക്കാളും ഒക്കെ എത്രയോ ഭേദമാണ് ഈ യുദ്ധത്തിൽ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ അതില് ആ ശത്രുക്കളുടെ അസ്ത്രം കൊണ്ട് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള മുറിവോ അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന വേദന. കാരണം എന്താണ്? യുദ്ധത്തില് മുറിവേറ്റ് കഴിഞ്ഞാൽ എന്താണ്? അവന് രാത്രിയിൽ വലിയ കുഴപ്പമില്ലാതെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ്? അവൻ നേരെ ശത്രുക്കളോട് എതിരിട്ടു എന്നുള്ളതാണ്. അപ്പം നേരെ നമ്മൾ പറയാറില്ലേ, കൈകൊണ്ടൊരെണ്ണം തന്നാലും വിരോധമില്ലായിരുന്നു. ഇങ്ങനെ മനുഷ്യനെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറരുത് അല്ലെ. ശരങ്ങള് നമ്മളുടെ മനസ്സിലേക്ക് കുത്തുവാക്കുകളെ കൊണ്ടുള്ള ശരങ്ങൾ എഴുതി കഴിഞ്ഞാല് രണ്ടെണ്ണം തന്നാലും വിരോധമില്ലായിരുന്നു. ഇങ്ങനെ നമ്മളെ അതിലും വേദനയാണ് ഇങ്ങനെ ബന്ധുജനങ്ങളിൽ നിന്ന് കുത്തുവാക്കുകൾ കിട്ടുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാ. വ്യക്തം ത്വമുത്കൃഷ്ടഗതേ പ്രജാപതേഹേ പ്രിയാത്മജാനാമസി സുഭൃതമ്മതാം അഥാപിമാനം ന പിതു പ്രപൽസ്യസേ മദാശ്രയാൽക്കഃ പരിതപ്യതേ യഥാ. അതുകൊണ്ട് ഭവതി ആ ദക്ഷന് തൻ്റെ പുത്രിമാരിൽ ഏറ്റവും പ്രിയമായിട്ടുള്ള, കാരണം എന്തുകൊണ്ടാണ്? ഏറ്റവും താഴത്തെ കുട്ടിയാണ് അല്ലേ, ഏറ്റവും ഇളയ ആളാകുമ്പം ദാക്ഷായണി എന്നൊരു പേരും കൂടെ സതിക്ക് മാത്രം കൊടുത്തു, മറ്റവർക്കൊന്നും കൊടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് എന്തായി? അത് കൊണ്ട് ഏറ്റവും പ്രിയമായിട്ടുള്ള ആളാണ്. അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഞാനും നീയും തമ്മിലുള്ള ഈ ബന്ധത്തില് അദ്ദേഹം ഇപ്പൊ എന്താണ്? പരിതപിക്കുകയാണ് ശരിക്കും. നിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം എന്നെ ചീത്ത വിളിച്ചത് അവിടെ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, എൻ്റെ പത്നിയായി തീർന്നതായിട്ടുള്ള നിന്നെ ഇനി ഒരിക്കലും ആ ദാക്ഷായണി വരൂ 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 എന്ന് വിചാരിച്ച് ആ പുത്രീ വാത്സല്യത്തോടുകൂടി വിളിക്കുമെന്ന് നീ ഒരിക്കലും വ്യാമോഹിക്കേണ്ട. അതാണ് അഥാഭിമാനം നപിതു പ്രപൽസ്യതേ മദാശ്രയാ കഃ പരിതപ്യതേ യഥാ. ഇനി ദാക്ഷായണി എന്ന് വിളിച്ച് നിന്നെ അവിടുന്ന് സ്വീകരിക്കുമെന്ന് നീ വിചാരിക്കേണ്ട. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ദക്ഷനെ ശിവൻ അല്ലെ അനാദരിച്ചതാണല്ലോ ഈ ശത്രുത്വത്തിൻ്റെയൊക്കെ മൂല കാരണം എന്ന് സംശയിക്കണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അവിടെ. പാപച്യമാനേന ഹൃത അതുരേന്ദ്രിയ സമൃദ്ധിഭി പുരുഷബുദ്ധി സാക്ഷിണാം അകൽപമേഷാം അധിരോഢുമഞ്ജസാപദം പരം ദ്വേഷി യഥാസുരാഹരി. അഹങ്കാരം തുടങ്ങിയതായിട്ടുള്ള ദുർഗുണങ്ങള് ഒരു ലവലേശം പോലും സ്പർശിച്ചിട്ടില്ലാത്തതായിട്ടുള്ള മഹത്തുക്കളുടെ അത്യുത്കൃഷ്ട സ്ഥാനം അത് കാണുകയും അതിൽ നിന്ന് ആ മലിനവാസനകളെയൊക്കെ ഇല്ലാണ്ടാകും. അതായത് സത്സംഗം, വിശേഷമായിട്ടുള്ള സത്സംഗം, അങ്ങനെയുള്ള ആ മലിനവാസനകളൊക്കെ മാറി ആ പദവിയിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കാതെ വരും. അങ്ങനെയുള്ള ഈ അസത്തുക്കളുടെ അടുത്തേക്ക് സത്സംഗത്തിന് പകരം ദുസ്സംഗത്തിലേക്ക് എന്ന് കഴിഞ്ഞാൽ നേരെ വിപരീതമാണ് ഫലം കിട്ടുക എന്ന് പറയുകയാണ്. അതുകൊണ്ട് മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ വല്ലാതെ തപിച്ചുകൊണ്ട് സജ്ജനങ്ങളെ അധിക്ഷേപിക്കുകയാണ് യഥാർത്ഥത്തിൽ ആരൊക്കെ? ഈ ദക്ഷന്റെ കൂടെയുള്ള ഭൃഗു തുടങ്ങിയതായിട്ടുള്ള ആ ഋഷീശ്വരന്മാരൊക്കെ. അതുകൊണ്ട് ഒരു കാര്യം പറയുകയാണ് മഹാദേവൻ, താൻ ദക്ഷനോട് യാതൊരു അപരാധവും ചെയ്തിട്ടില്ല ഇതുവരെ. അത് നീ മനസ്സിലാക്കുക. കേവലം അസൂയ കൊണ്ട് ഇങ്ങനെ ഈ ശത്രുത ഭാവിക്കുകയാണെന്ന് മാത്രം. അതാണ് അവിടെ അല്ലാതെ ഇപ്പൊ മഹാദേവൻ ആരോടാ ഇപ്പൊ വൈരം അല്ലേ? ഇതിപ്പോ ചോദിച്ചതിനൊരു ഉത്തരം പറഞ്ഞു എന്നുള്ളത്. പിന്നെ ഒരു കാര്യം ചെയ്യുക, പ്രത്യുദ്ഗമ പ്രശ്രേണ അഭിവാദനം വിധീയത്തെ സാധുമിധസ്സു മധ്യമേ പ്രാജ്ഞീ പരസ്മൈ പുരുഷായ ചേതസാ ഗുഹാശയായൈവ ദേഹമാനിനേ. പിന്നെ നിന്റെ അച്ഛൻ
പ്രജാധിപതികളുടെ ആ യജ്ഞശാലയിൽ വന്ന സമയത്ത് താൻ അനാദരിച്ചില്ലേ എന്നുള്ള ശങ്കയ്ക്ക് മറുപടിയായിട്ടാണ് ഇനി പറയുന്നത്. അല്ല, നീ ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, അല്ലെ, ആരാണ് എതിരേൽക്കേണ്ടത്, ആരാണ് വണങ്ങേണ്ടത്, അഭിവാദനം ചെയ്യേണ്ടത്, ഇങ്ങനെ പരസ്പരം വേണമെന്നുള്ളതൊക്കെ സത്യത്തിൽ ശരിയാണ്. പക്ഷേ ഇത് കിട്ടാത്തതിന്റെ പേരിൽ പറയുന്ന ആരാ? അത് ദേഹാഭിമാനികളാണ്, അല്ലെ. ഈ ദക്ഷപ്രഭൃതികളെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ചിടത്തോളം ദേഹാഭിമാനത്വം കൊണ്ടാണ് ഇങ്ങനെ എന്താണ് നിസ്സാരമായിട്ടുള്ള കാര്യത്തിന് പോലും, അല്ലെ, ഒന്ന് നോക്കൂ, ചെറിയ കാര്യത്തിന് ഒന്ന് എഴുന്നേറ്റില്ല എന്നുള്ളതിന്റെ പേരിൽ എന്താ ലോകപാലനായിട്ടുള്ള മഹാദേവനെ നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ എത്ര അജ്ഞതയാണ് ശരിക്കും. എന്നിട്ടോ അറിവുണ്ടെന്ന് നടിക്കുകയും, പ്രജാപതി എന്നുള്ള രീതിയിൽ അറിവുണ്ടെന്ന് നടിക്കുക അവിടെ, അല്ലെ. അപ്പം അതൊന്നും ഒരിക്കലും എന്താണ് ഈ ദേഹാഭിമാനം അല്ലെങ്കിൽ ഇതൊന്നും എന്താ തിരിച്ച് വന്ദിക്കുകയോ ഇതൊക്കെ ചെയ്യേണ്ടത് എന്താ ശരീരം കൊണ്ടല്ല വേണ്ടത്. ഇനി ശരീരം കൊണ്ട് ചെയ്തില്ലേലും എന്താണ് മനസ്സുകൊണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഇത് ഈ മള്ളിയൂർ അദ്ദേഹത്തിന്റെ അവിടെ ഇങ്ങനെ അമ്പലത്തിലൊക്കെ നിൽക്കുമ്പോഴേ ഇദ്ദേഹം ഇങ്ങനെ ഗണപതിയുടെ അവിടെ ഇങ്ങനെ മുണ്ടും അടക്കി കുത്തിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പൊ ചിലപ്പോൾ പലപ്പോഴും ഇദ്ദേഹത്തിനോട് ഇങ്ങനെ ചോദിക്കുക, അദ്ദേഹം സൗകര്യത്തിന് വേണ്ടി കയറാൻ വേണ്ടിയിട്ടാണ്, ഇപ്പൊ അകത്തേക്ക് ശ്രീലാകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ. അപ്പൊ എന്താ ഈ മുണ്ടും മടക്കി ഒരു ഇത്. പക്ഷെ സത്യത്തില് അദ്ദേഹം ഇങ്ങനെ ഗണപതിയുടെ മുമ്പിൽ മുണ്ട് മടക്കി കുത്തല്ല അല്ല, അദ്ദേഹം അങ്ങനെ കൊടുത്തു മാത്രമല്ല. പക്ഷെ ഗണപതിയുടെ മുമ്പിൽ എപ്പോഴും അദ്ദേഹം തൊഴുത് തന്നെയല്ലേ നിൽക്കുള്ളൂ അവിടെ. അപ്പം ഇത് ശരീരം കൊണ്ട് കാണിക്കേണ്ട ഇതൊന്നും അല്ല വിനയം എന്നുള്ളതൊക്കെ. വിനയമൊക്കെ എവിടെയാ വേണ്ടത്? മനസ്സിലെ ഭാവമാണ് വേണ്ടത് അവിടെ. അതുകൊണ്ട് എനിക്ക് നിന്റെ അച്ഛനോട് യാതൊരുവിധ ദേഷ്യമൊന്നും ഉണ്ടെന്ന് നീ വിചാരിക്കണ്ട. അതുകൊണ്ട് എല്ലാവരുടെയും അവിടെ പറയുന്നുണ്ട്, പ്രാജ്ഞേ പരസ്മൈ പുരുഷായ ചേതസ, അല്ലെ, എല്ലാവരുടെ ഉള്ളിലും ആ പുരുഷ രൂപത്തില് അല്ലെങ്കിൽ ആത്മസ്വരൂപമായിട്ട് കൊണ്ട് ശ്രീഹരിയെ ഹൃദയാന്തർഭാഗത്തിൽ കുടികൊള്ളുന്നതായിട്ടുള്ള ശ്രീഹരിയെ കാണണം. അതുകൊണ്ട് ഒരിക്കലും ഈ ബാഹ്യ പ്രകടനം ഉണ്ടായില്ലെങ്കിലും താനും അപ്രകാരം മനസ്സുകൊണ്ട് ചെയ്തു എന്ന് നീ അറിയണം. അതിനാണ് പറയുന്നത്, അസത്വം വിശുദ്ധം വസുദേവ സംഹിതം യതീയത്തെ തത്ര പുമാനപാവൃത സത്വേച തസ്മിൻ ഭഗവാൻ വാസുദേവോ ഹ്യഥോക്ഷജോ മേ നമസാ വിധീയതേ. അവിടെ പറയുന്നു, എത്രയോ ഭംഗിയായിട്ടാണ് അവിടെ മഹാദേവൻ പാർവതി ദേവിയോട് പറയുന്നത്. ഈ വാസുദേവ ശബ്ദം എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും നമുക്കറിയാമല്ലേ, വാസുദേവ പരാവേദ വാസുദേവ പരാമഖാഹ, അല്ലെ. അപ്പൊ ആ വാസുദേവ ശബ്ദം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പരിശുദ്ധമായിട്ടുള്ള സത്താണ് ശരിക്ക്. ആ തത്വത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് അവിടെ പറയുന്നത്. കാരണം ആ സത്വത്തില് ആണ് യഥാർത്ഥത്തില് ഭഗവാൻ ആവരണം കൂടാതെ അല്ലെങ്കിൽ മായാരഹിതനായിക്കൊണ്ട് പ്രകാശിക്കുന്നത്. അപ്രകാരം ഉള്ള ആ സത്വത്തിൽ സ്ഥിതി ചെയ്യുന്നവനും ഇന്ദ്രിയ ഗോചരനുമായിട്ടുള്ള ഭഗവാൻ വാസുദേവൻ എന്നാൽ മനസ്സുകൊണ്ട് അന്ന് സ്മരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണ്. ഇത് ആര്യ സ്മരിച്ചത് അവിടെ ദക്ഷപ്രജാപതിയുടെ ഉള്ളിലുള്ള വാസുദേവനെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്താണ് അവിടുന്ന് പ്രത്യഭിവാദനം ചെയ്തിട്ടുണ്ട്. അപ്പം ആ ദക്ഷന്റെ ഉള്ളിലുള്ള ഈശ്വരാംശത്തെ താൻ മനസ്സാ നമസ്കരിച്ചിട്ടുണ്ട് എന്ന് സാരം. അതൊന്നാര് പാർവതി ദേവിയെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവിടെ. അതുകൊണ്ട് ആ സർവാന്തര്യാമിയായിട്ടുള്ള ഭഗവാനെ എല്ലായിടത്തും കാണാനും ഒക്കെയുള്ള ബുദ്ധി എനിക്കുണ്ട്, ഞാൻ അങ്ങനെ നമസ്കരിച്ചിട്ടുമുണ്ട് അവിടെ. അത് പ്രത്യേകിച്ച് ശരീരം കൊണ്ട് വേണമെന്നില്ല. അവസാനം പറഞ്ഞു, എന്താണ് പറഞ്ഞത്? തത്തേ നിരീക്ഷോ ന പിതാപിദേഹ ഹൃദക്ഷോ മമദ്വിൾ തദനുവ്രതാശ്ചേ യോ വിശ്വധൃയജ്ഞഗതം വരോരുമാം അനാഗസന്ദുർവചസാ കരോത്തിര. ഇനി നീ നിന്റെ അച്ഛൻ നടത്തുന്ന ഈ യാഗം എന്താണെന്ന് അറിയാമോ നിനക്ക്? നിരപരാധിയായിട്ടുള്ള എന്നെ ലോകപാലന്മാരുടെ സത്രത്തിൽ വെച്ചുകൊണ്ട് ദ്വേഷിച്ച് ശകാര വാക്കുകളെ കൊണ്ട് ഒക്കെ തിരസ്കരിച്ചതായിട്ടുള്ള ദക്ഷൻ ആ നിന്റെ അച്ഛനാണെങ്കിൽ പോലും എന്താണ് നിന്നെ കൊണ്ട് അല്ലെങ്കിൽ നിന്നാൽ ദർശിക്കപ്പെടുവാൻ അവിടെ അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിന്നെ കാണാൻ വേണ്ടി അവിടെ താല്പര്യപ്പെടുന്നില്ല. അതുകൂടെ നീ മനസ്സിലാക്കുക. നീ അച്ഛനാണെന്നൊക്കെ പറഞ്ഞിട്ട് പോകാനൊക്കെ വലിയ ഗേയമായിട്ട് നീ തയ്യാറാവും. പക്ഷെ നിന്നെ കാണരുത് എന്ന് വിചാരിച്ചാണ് നടത്തുന്നതെങ്കിലോ അങ്ങനെ അവിടെ പോകാൻ പറ്റുമോ? അപ്പം നീ അച്ഛനോട് സ്നേഹം ഉണ്ടെങ്കിൽ അതുകൂടെ ആലോചിക്കുക. നീ അച്ഛനോട് സ്നേഹം ഉണ്ടെങ്കിൽ അച്ഛന് നിന്നെ കാണാതിരിക്കാനാണ് ഇഷ്ടം. അപ്പോഴോ നീ അപ്പൊ അതിന് നേരെ വിപരീതമായിട്ട് പ്രവർത്തിച്ചു. നീ എന്നെ നീ കണക്കാക്കണ്ട, പോട്ടെ. നിന്നെ അച്ഛനോട് നിനക്ക് സ്നേഹമില്ലേ, അല്ലേ? മറ്റേ രുക്മിണി ദേവിയോട് ഭഗവാൻ പറഞ്ഞ പോലെ ആ രുക്മിയെ വെറുതെ അല്ലേ സ്വന്തം നാട്ടിൽ കയറ്റാതെ നീ വന്നല്ലോ എന്ന് ചോദിക്കുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ
അവിടെ പറയാണ് നിന്റെ അച്ഛനോടെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ. അതുകൊണ്ട് ആ ദക്ഷന്റെ പക്ഷപാതികളും ഒക്കെ എല്ലാവരും ഇതിന് കൂട്ടുനിൽക്കുകയാണ്, ആ ഭൃഗു തുടങ്ങിയതായിട്ടുള്ള ആ ഋഷീശ്വരന്മാരൊക്കെ. അതുകൊണ്ട് ആ മഹാസദസ്സിൽ വെച്ച് സ്വന്തം ജാമാതാവിനെ അധിക്ഷേപിക്കുകയാണെങ്കിൽ പിന്നെ അതിൽ കവിഞ്ഞ ഒരു അറിവില്ലായ്മ നിന്റെ അച്ഛനുണ്ടോ? നീ ആലോചിച്ച് നോക്ക്. അല്ലേ, സ്വന്തം എന്ന് പറഞ്ഞ് എടുത്തു കാണിക്കേണ്ട എന്നെ അവരുടെ എല്ലാവരുടെയും ഋഷീശ്വരന്മാരുടെ മുമ്പിൽ വെച്ച് അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ എത്ര അജ്ഞതയാണ് നിനക്കുള്ളത്, അല്ല അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് ആ പ്രജാപതികളുടെ യജ്ഞശാലയില് ത്രിമൂർത്തികളിൽ ഒരാളായിരുന്നതായിട്ടുള്ള ആ തന്നെ ദക്ഷൻ അവഹേളിച്ചു. ഇനി ഇതിൽ നിന്നൊക്കെ വിട്ടെന്താണ്, ത്രിമൂർത്തികളിൽ ഉള്ള ഒരാളാണെന്നും കൂടി ഉള്ളൊരു ഇതും കൂടി ഉണ്ട്. അതുപോലും അവിടുന്ന് വിട്ട്, അതുകൊണ്ട് ശിവന് ഏറ്റവും ദുസ്സഹമായത് തൻ്റെ പുത്രിയെ ശിവന് കൊടുത്തു എന്നുള്ള ഒരൊറ്റ കാര്യത്തിലാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അതുകൊണ്ട് നീ അച്ഛനോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ പോകാതിരിക്കുകയാണ് വേണ്ടത്. അവസാനം അതുകൂടി അവിടെ അങ്ങോട്ട് പറഞ്ഞു. പിന്നെ പറഞ്ഞു എന്താണ്, യതിവ്രജിഷ്യതിഹായമദ്വചോ, എൻ്റെ വാക്ക് നിനക്കത് സ്വീകരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതാണ് അവിടെ തന്നെ, യതിവ്രജിഷ്യതിഹായ മദ്വചോ, എൻ്റെ ഈ ഉപദേശം അവഗണിച്ചുകൊണ്ട് ഹേ പാർവതി അല്ലെങ്കിൽ ഭവതി ഭദ്രം ഭവത്യാന തതോ ഭവിഷ്യതി, നീ ദക്ഷന്റെ യജ്ഞസ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അതൊരിക്കലും എന്താവില്ല, ഭദ്രം ഭവത്യ ന തതോ ഭവിഷ്യത, ഒരിക്കലും ഭദ്രമാവില്ല, അത് മംഗളമാകില്ല. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്, സംഭാവിതസ്യ സ്വജനാൽപരാഭവോ യഥാ സദ്യോ മരണായ കൽപ്പതേ. അങ്ങനെ നീ പോവുകയാണെങ്കിൽ അതൊരിക്കലും അത് ഭദ്രമാവില്ല. പിന്നെ മറിച്ച് എന്താണ്, നിന്റെ ബന്ധുക്കള് നിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് കുത്തുവാക്കുകളെ പറഞ്ഞുകൊണ്ട് അപമാനിച്ചുകൊണ്ട് അതെന്താണ്, അത് അവസാനം നീ തന്നെ സ്വയം മരണത്തിന് കാരണമായിട്ട് മരണത്തിനുള്ള ഒരു കാരണം ആക്കി എടുക്കുവോടെ. അതുകൊണ്ട് ഇവിടെ മഹാദേവൻ ശരിക്ക് സതിയെ അവിടെ ശപിക്കുകയല്ല ചെയ്തത് ശരിക്ക്. പിന്നെന്താണ് അവിടെ ഈ നടക്കാതിരിക്കുന്ന കാര്യം തുറന്ന് പറഞ്ഞാലെങ്കിലും അല്ലേ, ഇനി അത് അങ്ങനെയെങ്കിലും എന്താണ് സതീദേവി അതിൽ നിന്ന് പിന്തിരിയുമോ എന്ന് ഒന്ന് ആഗ്രഹിച്ചോടെ പരീക്ഷിക്കുകയാണ് ശരിക്ക്. എല്ലാം അറിയാവുന്നതാണ് അല്ലെ, മറ്റോ പരാശക്തിയാണ്, മഹാദേവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈശ്വരനാണ് അല്ലെ. എന്തായാലും അവിടെ പ്രായോഗികമായിട്ടുള്ള പലതരത്തിലുള്ള ചിന്താഗതികളോടുകൂടിയുള്ള ഒരു ഉപദേശമാണ് ശരിക്ക് ആ മഹാദേവൻ തൻ്റെ ഭാര്യയായിട്ടുള്ള പാർവതീ ദേവിക്ക് കൊടുത്തത്. അപ്പൊ ഇതിൽ നിന്നും നമ്മൾ എന്ത് മനസ്സിലാക്കണം ശരിക്ക്, ഈ പരിപ്പൊന്നും ഭർത്താക്കന്മാരുടെ അടുത്ത് വേവില്ല. പറ്റുമോ? എന്തൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു അല്ലേ. അപ്പൊ തന്നെ നമ്മൾ തീരുമാനിക്കാം എന്തോ കാര്യം നേടാനുണ്ട്. അതാ എന്തായാലും ഇന്ന് നേരത്തെ വന്നത് എന്നൊക്കെ ചോദിച്ച് കാപ്പി കൊണ്ട് വന്നാൽ തീരുമാനിച്ചോളുക, പോക്കറ്റിൽ നിന്ന് കുറച്ച് കാലിയാകും. അപ്പം അതൊന്നും മഹാദേവന്റെ അവിടെ അത് വിലപ്പോവില്ല. ഇനി അങ്ങനെ വിചാരിച്ചാല് എന്താണ്, അങ്ങനെ വിചാരിക്കരുതെന്ന് കാണിക്കാനാ. അതാണല്ലോ അവസാനം ഒരു കയ്യ് എന്താണ്, അങ്ങയുടെ ശരീരത്തിന് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങും ഞാനും എന്താ വ്യത്യാസം എന്നാ ചോദിക്കുന്നത്. അപ്പൊ എൻ്റെ ആഗ്രഹവും അങ്ങയുടെ ആഗ്രഹവും ഒക്കെ ഒന്ന് തന്നെയല്ലേ, അതൊന്ന് സാധിച്ചു തരാമോ എന്ന് വരെ ചോദിച്ചു. എന്തായാലും പൊക്കോളൂ, വിരോധമൊന്നുമില്ല. പക്ഷെ ഇത് മരണത്തിന് കാരണം നീ തന്നെ ആ മരണത്തിന് കാരണമാക്കി കൊണ്ടുവരും എന്ന് പറഞ്ഞ് അവിടെ പറഞ്ഞു കൊടുക്കുന്നു. നല്ലൊരു അധ്യായം മഹാദേവന്റെ അല്ലെ, ഒരു കഥകളും കൂടി നമുക്ക് ഈ ഭാഗവത കൃഷ്ണ അല്ലെ സമയത്ത് ശിവപുരാണവും കൂടി അനുസ്മരിക്കാൻ സാധിച്ചതിൽ ആ വാക്കുകളൊക്കെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം.